ഹായ് ഫ്രാൻസ്, ഇതെന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ കോഴികളെയൊക്കെ കൂട്ടിലാക്കുമ്പോൾ ഉള്ളൊരു ദൃശ്യമാണ് ഞാൻ കാണിച്ചു തരാൻ പോയിട്ട്. നേരെ പോയാലോ. അപ്പോൾ ഗായ്സ്, ഇതാണ് കോഴികൾ വൈകുന്നേരത്തെ കാഴ്ചക്ക്. വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ കൂടിൻ്റെ അടുത്തേക്ക് വരും. നമ്മൾ അരി ഇട്ടുകാണ്ട് നമ്മൾ അരി കൂടിൻ്റെ അവിടെ ഇട്ട് കൊടുക്കും. വെട്ടാണ് കൂട്ടി കഴിക്കാറ്. അത് തിന്നാണ്. ഇപ്പോൾ പുല്ലൊക്കെ തിന്നണുണ്ടല്ലേ. ഇപ്പോൾ ചൂടുകാലമായിട്ട് നമ്മളെ കടയിൽ പുല്ലൊക്കെ ഉണങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുറവ് ഇവിടെയൊക്കെ പുല്ല് ഉണ്ട്. ഇതൊക്കെ ഉണങ്ങിയതാണ് കേട്ടോ. ഇയാൾക്ക് നിറച്ചും പുല്ലിനൊക്കെ ഉണങ്ങിപ്പോയി. കണ്ടില്ലേ, ചെയ്തോട് പോയപ്പോൾ പുല്ല് ചെയ്ത് നമ്മൾ കാട് വെട്ടിയായിരുന്നു. അതിന് ശേഷം പിന്നെ പുല്ല് വളർന്നിട്ടില്ല, ചൂടായി. അതൊക്കെ നമ്മുടെ അടുത്തുള്ള കോഴികളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള കോഴികളാണ്. ഒന്ന് കൂട്ടുകാരിക്കണം. കൂട്ടുകാരായി ഇറങ്ങും കേട്ടോ. ഒരു കോഴി, കറുത്ത കോഴി. പിന്നെ നമ്മുടെ അടുത്തുള്ള കോഴികൾ ടോട്ടല് ചെറുതും വലുതും എല്ലാം കൂട്ടിക്കാണ്ട് 31 കോഴികളാണ് ഉള്ളത് നമ്മുടെ കയ്യിൽ. ചെറിയ കുട്ടികളും വലുത്. ഉണ്ടല്ലേ, ഈ കറുത്ത കോഴിയുടെ താടിൻ്റെ പിടിച്ചൊക്കെ കേട്ടോ. ഇതൊക്കെ കഴിക്കാണ്ടാണ് മൊത്തത്തിൽ നമ്മുടെ അടുത്ത് 31 കോഴികളുണ്ട്. കണ്ടോ ഗായ്സ്, ഇത് നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുന്ന മുളകാണ്. ഇതേത് മുളക് വെച്ചാൽ കാശ്മീരി മുളക് കേട്ടോ. ഇതൊരു പപ്പായൻ്റെ തൈ. എല്ലാം നീളേണ്ടത് ഇല്ല. ഇതൊക്കെ വളം നിൽക്കാതെ ഉണങ്ങിയതാണ്. അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ് നിൽക്കുന്നതാണ്. പിന്നെ ഇതാണ് സർവത്തുംകായ്. ഇത് നല്ല കോഴികൾ തിന്നും. പാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കേട്ടോ. അതാണ് നമ്മൾ സർവത്തുംകായ് എന്ന് പറയാറ്. ഇത് കോഴികൾ ഇട്ട് കൊടുത്താൽ നല്ലോണം തിന്നും. ഇത് നമ്മൾ എപ്പോഴും സ്ഥിരമായി കൊടുക്കുന്ന ഇല കേട്ടോ. പിന്നെ വാറ നിലത്ത് തടഞ്ഞത് കണ്ടില്ലേ. ഇത് നല്ല മുറിവെല്ലാം കയറിയിരിക്കുന്നു. കായ് ഇതേ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ പേര് വീഡിയോ കണ്ടു പോകുന്നുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം.